ലൗലാ ദഫഉല്ലാഹി الناس ബഅദഹും ബിബഅദിൻ. ഒരു വീട്ടിൽ ഭാര്യ നിസ്കരിക്കുന്നുണ്ട്, ഭർത്താവിന് കുറെ നിസ്കാരം ഖളാണ്, അദാബ് ഇറങ്ങാതെ രക്ഷപ്പെടാൻ അത് മതി. പക്ഷേ പരലോകത്ത് രക്ഷപ്പെടാൻ ഭാര്യയും ഭർത്താവും നിസ്കരിക്കണം. അദാബ് ഇറങ്ങൂല ഒരാളവിടെ ഉണ്ടായാൽ. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഐശ്വര്യ റാണി ആരാണ്? ഭാര്യമാരാണ്. അവർക്ക് നിസ്കാരം ഖളാഇല്ല. അവർക്ക് ഖുർആൻ തീരെ അവർ ഓതാത്ത ദിവസം എല്ലാ ദിവസവും ഓതും. തബാറക ഓതും, സൂറത്തുൽ വാഖിയ ഓതും, അതുപോലെ സൂറത്തുർ റഹ്മാൻ ഓതും, സൂറത്തുൽ ദുഹാൻ ഓതും, സൂറത്ത് യാസീൻ ഓതും. എൻ്റെ ഉമ്മ 2 കൊല്ലം ഏതാണ്ട് കിടന്നു. ആ കിടത്തത്തിലും ഇതിങ്ങനെ കാണാതെ ഓതും, സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയയും. സുബ്ഹാനല്ലാഹ്. നമ്മളെ പഴയ തലമുറയിൽപ്പെട്ട സ്ത്രീകൾ അങ്ങനെയാണ്. ഇപ്പോഴത്തെ സ്ത്രീകളും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. എന്നാൽ പുരുഷന് അത് പലതും കിട്ടുന്നില്ല. സുന്നത്തായ കാര്യങ്ങളായതുകൊണ്ട് ഉപേക്ഷിച്ചാൽ കുറ്റമില്ല. ഇത് നിർബന്ധമൊന്നുമില്ലല്ലോ, ഈ എല്ലാ രാത്രി തോതൽ നിർബന്ധമല്ല, പക്ഷെ സുന്നത്താണ്. ഈ സുന്നത്തുകളൊക്കെ പാലിച്ച് നമ്മളെ കുട്ടികളും നമ്മളെ സ്ത്രീകളും ആണ് നമ്മെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കണം, അവരെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം. അവർ വിളിച്ചാൽ ഓടിയെത്തണം. ഭാര്യ വിളിച്ചു, ഹലോ എവിടെ ഉള്ളത്? ഞാൻ ബാലുശ്ശേരിയാണുള്ളത്, ഒന്ന് വേഗം വരുമോ? മഴയൊക്കെ വല്ലാതെ പെയ്യുന്നുണ്ട്, തെങ്ങും പിലാവും ഒക്കെ എല്ലാം കൂടി ഈ വീട്ടിൻ്റെ മുകളിലേക്ക് വീണാലോ, പേടിയുണ്ട്, നിങ്ങൾ വേഗം വരണം. ഞാൻ വരൂ. അദ്ദേഹം വരുന്നത് വൈകി വൈകി വൈകി, എത്രയോ വൈകിയാ വരുന്നത്. അതേ സമയത്ത് വേറൊരു ഹദീസ്, ഒരു ഭാര്യയെ ഭർത്താവ് വിളിച്ചു, റുഖിയ ഈ എവിടെ ഉള്ളത്? ഇവിടെ വാ. അവൾ വന്നില്ല എങ്കിൽ അവൾക്ക് ശാപമുണ്ട് എന്നൊരു ഹദീസ്. അതേ സമയത്ത് അവൾ അവനെ വിളിച്ചു, അവൻ വരുന്നില്ല, അവന് ശാപം കിട്ടണ്ടേ? ഇത് വൺ സൈഡാ. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന. സ്ത്രീകൾക്ക് കടമകൾ ഉള്ളതുപോലെ അവകാശങ്ങളും ഉണ്ട്. റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്. സ്ത്രീകൾക്ക് ഡ്യൂട്ടീസ് ഉണ്ട്, റൈറ്റ് ഇല്ല. പുരുഷന് റൈറ്റ് ഉണ്ട്, ഡ്യൂട്ടീസ് ഇല്ല. ആരാണടേ നീ? ആരാണ്? നീ പറഞ്ഞത് അവൾ കേൾക്കണമെന്നാണ് നിയമമെങ്കിൽ അവൾ പറഞ്ഞത് നീയും കേൾക്കണം. അതാണ് കുടുംബജീവിതം. വഅശിറുഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ സ്ത്രീകളോട് വർത്തിക്കേണ്ടത് വളരെ മാന്യമായിട്ടാണ്. നിങ്ങൾ സ്ത്രീകളോട് പെരുമാറേണ്ടത് വളരെ മാന്യമായിട്ടാണ്. സാധിക്കുമെങ്കിൽ അവളെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുക. ബഹുമാനിച്ചുകൊണ്ട്. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകൾക്ക് നൽകുന്ന പരിഗണന ഒരാൾക്ക് നൽകുന്നതിനാണ് ബഹുമാനം എന്ന് പറയുക. ഉസ്താദിന് നാം ബഹുമാനം നൽകുന്നു, തങ്ങൾക്ക് ബഹുമാനം നൽകുന്നു, ഖാദിക്ക് ബഹുമാനം നൽകുന്നു, ഇമാമിന് ബഹുമാനം നൽകുന്നു. അതിനർത്ഥം എന്താണ്? ഒന്നിലധികം ആളുകളെ പരിഗണന ഒരാൾക്ക് നൽകുമ്പോൾ അതാണ് ബഹുമാനം. അപ്പം നീ എന്ന് പറയൂല. എങ്ങനെ പറയാ? നിങ്ങൾ തന്നെ എത്ര ആളാ? അത് സിംഗുലർ പ്ലൂരലാണ്. ഇതാ ബഹുമാനം. അപ്പൊ ഭാര്യ തന്നെ ഒരാളല്ലത്. ആ ഭാര്യ ആരാണ്? നിങ്ങളെ വീട്ടിലുള്ള വീട് ഭരിക്കുന്ന വീട്ടിലെ ഭരണം, ആഭ്യന്തര വകുപ്പ് അവളെ കയ്യിലാണ്. വൽ മർഅതു റാഇയത്തുൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട്ടിലുള്ള അഡ്മിനിസ്ട്രേഷൻ പെണ്ണിന്റെ കയ്യിലാണ്. പൊതുകാര്യം പുരുഷന്, വീട്ടിലെ വിദ്യാഭ്യാസ വകുപ്പ് ഭാര്യക്ക്, ആഭ്യന്തരവും അവൾക്ക്, ധനകാര്യം മാത്രം നമുക്ക്. നല്ല വകുപ്പാണ് നമുക്ക് കിട്ടിയില്ലേ? അവള് ധനകാരി അവളെ കൊടുത്ത അവള് പറയാൻ വേണ്ടെന്നറിയും. ധനം ചെലവഴിക്കൽ മാത്രമല്ല, ധനം ഉണ്ടാക്കുകയും വേണ്ടേ? അത് ശറഅ് കൊടുത്തില്ല. കാരണം ധനം ഉണ്ടാക്കണമെങ്കിൽ പുറത്തു പോകേണ്ടി വരും. ചില സ്ഥലത്ത് പോയിട്ട് അവളെ സാധനം തട്ടിപ്പറിക്കപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കേണ്ടി വരും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് സ്ത്രീ പറഞ്ഞു, ധനകാരി എടുക്കണ്ട. അർരിജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ അൻഫഖൂ. വൗച്ചർ
ഒക്കെ അവളെ കയ്യിൽ, പുരുഷന്റെ കയ്യിലാണ് ചെലവ് അവനാണ് ചെലവാക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ കുടുംബത്തിലുള്ള മുഴുവൻ ഭാഗ്യവും സ്ത്രീകളെ കൊണ്ടാണ്. ആ സ്ത്രീകളുടെ നിഴൽ പോലെ അവരോടൊപ്പം നിൽക്കുന്നവരാണ് കുട്ടികൾ. ആ കുട്ടികളെ വളർത്തിയെടുത്ത് ഏറ്റവും കൊള്ളാവുന്നവരാക്കി മാറ്റാനുള്ള ഒരു പ്രതിജ്ഞയാണ് SSFന്റെ വിദ്യാർത്ഥികൾ ഇവിടെ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം. ഇതിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്നത് ഇരട്ടി പ്രതിഫലമാണ്. കാരണം ആ കുട്ടികളെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. വറജുലുൻ ശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്തിൽ വളരുന്നവരായി കുട്ടികൾ വളരണം. ഒരൊറ്റ നിസ്കാരവും അവർക്ക് ഖളാ ഉണ്ടാവരുത്, ഒരു നോമ്പ് അവർ നഷ്ടപ്പെടുത്തരുത്. ചെറിയ പ്രായത്തിൽ തന്നെ നല്ല കാര്യങ്ങൾ അവർ പരിശീലിക്കണം. ഉസ്താദുമാരെ അവർ ബഹുമാനിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് ഒരു യുവാവാണ്. ആ യുവാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അള്ളാഹു നമ്മളെ മക്കളെല്ലാവരെയും സാലിഹ്യങ്ങളാക്കി തരട്ടെ. പ്രായമുള്ള ആളുകൾക്ക് സഹായം ചെയ്യാൻ, അതുപോലെ ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അതിനെല്ലാമുള്ള മനസ്സ് കുട്ടികൾക്കുണ്ടാവണം. ബാപ്പയ്ക്ക് രോഗമായപ്പോൾ ബാപ്പ ആവശ്യപ്പെടുന്ന ഫാർമസിയിൽ പോയി മരുന്ന് എത്തിച്ചു കൊടുക്കാൻ കുട്ടിക്ക് സാധിക്കണമെങ്കിൽ ആ കുട്ടി നല്ലത് പറയുന്നത് കേൾക്കുന്ന ആളായി വളരണം. അങ്ങനെ വളർന്ന കുട്ടിയായിരുന്നു അബ്ദുള്ള. ആ അബ്ദുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളവുമായി ഓടിയെത്തി. എന്നിട്ട് വെള്ളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു. നബി ശുദ്ധീകരണം നടത്തി. തിരിച്ചു പോരുമ്പോൾ ചോദിച്ചു, ആരാണ് വുളുവിന് ആവശ്യമായ വെള്ളം ഇവിടെ എത്തിച്ചു നൽകിയത്? കുട്ടിയെ കാണുന്നില്ല, കുട്ടി ഓടിക്കളഞ്ഞു. ഞാനാണ് ചെയ്തത് എന്ന് നബി അറിയണ്ട, ഞാനിത് ചെയ്തത് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാനാണ്. ഇഖ്ലാസ് ആ കുട്ടികൾ പരിശീലിക്കുകയാണ്. പിന്നീട് ആരോ പറഞ്ഞു, നിങ്ങൾക്ക് ശുദ്ധീകരണത്തിന് ആവശ്യമായ വെള്ളം എത്തിച്ചു തന്നത് ആ കാണുന്ന കുട്ടിയാണ് അബ്ദുള്ള. ഒരൊറ്റ ദുആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കുന്നു, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്. നബിയുടെ ദുആ, അല്ലാഹുവേ ആ അബ്ദുള്ള എന്ന കുട്ടിക്ക് നീ വലിയ അറിവ് നൽകണമേ, ധാരാളം അറിവ് നൽകണമേ. വസല്ലി അലൈഹിം മിന്ന സ്വലാത്തക സകനുൽ ലഹും. മുത്ത് നബിയുടെ പ്രാർത്ഥന ഒരു മനുഷ്യന് ലഭിച്ചാൽ അവൻ വിജയിച്ചു. തിരുദൂതരുടെ ദുആ, ഉലമാഇന്റെ ദുആ, നേതാക്കളുടെ ദുആ, മാതാവിന്റെ ദുആ, പിതാവിന്റെ ദുആ, ഇമാമിന്റെ ദുആ സ്വീകരിക്കപ്പെടും എന്ന് ഹബീബ് റസൂലുള്ളാഹ്. ഒരു ദുആ ആ കുട്ടിക്ക് ലഭിച്ചു. അതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഒരു വെള്ളം എത്തിച്ചു കൊടുത്തൊരു സംഭവമാണ്. ചെറിയ സംഭവമാണെങ്കിലും അത് വളരെ വല്ലാത്തൊരു സമയമായിരുന്നു. ഒരു ഉസ്താദ് ഒരിക്കൽ ഒരു ജനാസ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ പോയി. നിറയെ ആളുകളാണ്, പള്ളിയുടെ ചുറ്റും ആളുകളാണ്. ധാരാളം കാറും വണ്ടിയും ബൈക്കുമായിട്ട് നിസ്കരിക്കാൻ ആള് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഉസ്താദ് ചെരുപ്പ് എവിടെയോ വെച്ച് പള്ളിയിൽ കയറി നിസ്കരിച്ചു വന്നു നോക്കുമ്പോൾ ചെരുപ്പ് കാണുന്നില്ല. ഇത് സാധാരണ ഉണ്ടാകുന്നൊരു സംഭവമാണ്. ചെരുപ്പില്ലാതെയാണെങ്കിൽ ഈ കാല് നിലത്ത് വെക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അസ്വസ്ഥതയും രോഗമുള്ള ഉസ്താദാണ്. അങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു സഹോദരൻ ചെരുപ്പുമായിട്ട് വരുന്നത്. ഉസ്താദെ, ചെരുപ്പ് കാണുന്നില്ല അല്ലേ, ഈ ചെരുപ്പിട്ടോളൂ. അവൻ, മോനെ നിനക്ക് ചെരുപ്പ് വേണ്ടേ? ഞാൻ ആരോഗ്യമുള്ള ആളാണ്, എനിക്ക് കല്ലിലും മുള്ളിലും നടന്നാലൊന്നും വേദനിക്കൂല. നിങ്ങളുടെ സ്ഥിതി അതല്ലാതെ എനിക്കറിയാം. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമാണത്. അങ്ങനെ കുറെ ആളുകളെ ഈ ലോകത്ത് സന്തോഷിപ്പിച്ച ഒരനുഭവം നമ്മളെ വാപ്പമാർക്കുണ്ടായിരുന്നു. ആ വാപ്പമാരുടെ ആ നന്മയുടെ കാരണമാണ് നമ്മളൊക്കെ നമ്മളായത്.
അള്ളാഹു നമ്മളെ വാപ്പമാർക്ക് സ്വർഗം കൊടുക്കട്ടെ, നമ്മളെ ഉമ്മമാർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. നിങ്ങൾ ജഅഫറു സാദിഖിനെ പറ്റി കേട്ടിട്ടില്ലേ? എത്ര വലിയ മഹാനാണ്. പള്ളിയിലാണ് എപ്പോഴും ഉണ്ടാവുക, എല്ലാ സമയവും പള്ളിയിൽ. ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹം പള്ളിയിൽ നിസ്കരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു. ആ വന്ന ആൾ പറഞ്ഞു, ഗുരോ, എൻ്റെ 1000 ദിർഹം ഉള്ള പേഴ്സ് കാണുന്നില്ല, 1000 ദിർഹം സൂക്ഷിച്ച ബാഗ് കാണുന്നില്ല. ആ ബാഗും നല്ലൊരു ബാഗാണ്, ക്യാഷ് വിലയുള്ള ബാഗാണ്, 1000 ദിർഹമും. അത് കുറേ ഞാൻ തെരഞ്ഞു, കാണുന്നില്ല ഉസ്താദെ. അപ്പൊ ജഅഫറു സാദിഖ് എന്ന് പറയുന്ന ആ മഹാൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വായിച്ചു, ഇത് അൺബിയറബിളാണ്, ഈ കുട്ടിയെ കൊണ്ട് സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ സംഖ്യയാണ്. അയാളെ മാനസികമായി സന്തോഷിപ്പിക്കുവാൻ എന്തുണ്ട് വഴി? പോക്കറ്റിൽ നോക്കിയപ്പോൾ 1000 ദിർഹം പോക്കറ്റിലുണ്ട്. സ്വന്തം കീശയിൽ നിന്ന് 1000 ദിർഹം എടുത്ത് ആ മനുഷ്യന് കൊടുത്തു. ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഒരുപക്ഷെ വീട്ടിൽ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കൊടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഏതോ സാധനം വാങ്ങാൻ വേണ്ടി മാതാവോ പിതാവോ ഏൽപ്പിച്ചതാണ്. നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കാനുള്ള കഴിവൊന്നുമില്ലാത്ത ആ യുവാവ് വല്ലാതെ സന്തോഷിച്ചു. അദ്ദേഹം ആ ഉസ്താദിനോട് സലാം പറഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരാൾ ഓടി വന്ന് പറയുന്നു, ഒരു ബാഗ് പള്ളിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്, ഇതിൻ്റെ ഉടമസ്ഥനുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ യുവാവ് നോക്കുമ്പോൾ അതേതാണ്, ആരതാ? അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെതാണ്, എന്നോട് വീണുപോയതാണ്. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടി. ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര ക്യാഷായി? എത്രയായി? 2000 അല്ലേ? നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഈ ഉസ്താദ് കൊടുത്തല്ലോ 1000, അപ്പൊ 2000. ഈ 2000 രൂപയായിട്ട് അയാൾ ഇങ്ങനെ കയ്യിലിങ്ങനെ കിട്ടിയിട്ട് അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇതിൽ 1000 എൻ്റേതാണ്. 1000 ഞാൻ ദുഃഖിക്കുന്ന സമയത്ത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ എൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരമായതുകൊണ്ട് ഈ 1000 ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന ചിന്ത അദ്ദേഹത്തെ അലോസരപ്പെടുത്തി. അദ്ദേഹം തീരുമാനിച്ചു, ഇത് ഞാൻ തിരിച്ചു കൊടുക്കട്ടെ. അങ്ങനെ പള്ളിയിൽ ചെന്ന്, പള്ളിയിൽ ഉസ്താദ് അവിടെ തന്നെ ഉണ്ട്. ഉസ്താദെ, അസ്സലാമു അലൈക്കും. എന്താ മോനെ സ്പീഡിൽ തിരിച്ചു വന്നത്? എൻ്റെ നഷ്ടപ്പെട്ട ബാഗും 1000 തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്ന 1000 നിങ്ങൾക്ക് തന്നെ തരികയാണ്, എനിക്കിത് വേണ്ട, എനിക്ക് എൻ്റേത് കിട്ടിയത് കൊണ്ട് ഇത് നിങ്ങൾ എടുത്തോളൂ. അപ്പൊ ആ ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, മോനെ ഇല്ല, ഇന്നാ ലാ നഊദു ഫി സദഖ. സദഖ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാം അത് തിരിച്ചു വാങ്ങാറില്ല. കാരണം അങ്ങനെ അല്ലദീ യഊദു ഫി സദഖതി കല്ലദീ യഊദു ഫിൽ ഖൈഇ. ഛർദിച്ച സാധനം വീണ്ടും തിന്നുന്ന ഒരു ജീവിയുണ്ട്, പട്ടി. അതുപോലെയാണ് ധർമ്മം ചെയ്ത സാധനം തിരിച്ചു വാങ്ങൽ. അതുകൊണ്ട് ഞാൻ വാങ്ങൂല. അപ്പൊ അദ്ദേഹം പറയുന്നു, ഉസ്താദെ, നഷ്ടപ്പെട്ട 1000 പകരം 2000 ഞാനെങ്ങനെ വീട്ടിലേക്ക് പോവുക? എനിക്ക് വേണ്ട. ഉസ്താദ് പറഞ്ഞു എനിക്ക് വേണ്ട, യുവാവ് പറഞ്ഞു എനിക്ക് വേണ്ട. ഈ തർക്കത്തിന് എത്ര മാധുര്യം ഉണ്ടല്ലേ? ഇതുപോലത്തെ ഒരു തർക്കം ആധുനിക ലോകത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിലോ സമൂഹത്തിലോ നടക്കുന്നുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് മാധുര്യം വർദ്ധിക്കുകയാണ് പണം ലഭിക്കുമ്പോൾ. ഈ ഒരു അസർട്ടീവ്നെസ് നമ്മുടെ യുവാക്കളിൽ ഉണ്ടാകണം.